KS രാധാകൃഷ്ണൻ വേദിയിൽ ഉത്സാഹിക്കുന്ന ഒരു ദിവസം ഒരു തമാശ പറഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇന്നലെ ഈ പുസ്തകം കഴിഞ്ഞ ദിവസം രാധാകൃഷ്ണൻ മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ പുസ്തകം ഈ 23-ാം തീയതി പ്രകാശിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ സത്യമായിട്ട് വിചാരിച്ചത് മെയ് 23-ാം തീയതി തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു സമാധാനമായിട്ട് സന്തോഷമായിട്ട് അല്ല, തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഞാൻ ഈ തിരക്കേറിയ തെരഞ്ഞെടുപ്പ് നടപടിക്രമത്തിനിടയ്ക്ക് പുസ്തകം പ്രകാശിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. പുള്ളി പറഞ്ഞാൽ അത് പ്രശ്നമില്ല, പുസ്തകം പ്രകാശിപ്പിക്കും, തെരഞ്ഞെടുപ്പും തമ്മിൽ അത്ര വലിയ ബന്ധമൊന്നുമില്ല. അത് കഴിഞ്ഞ് ഇന്നലെ ഈ പുസ്തകം കൊടുത്തായി പുസ്തകം കിട്ടി. ഞാൻ തുറന്നു നോക്കിയപ്പോഴാണ് ഒന്നാമത്തെ പേര് വളരെ വൃത്തിയുടെ കൈവശത്തിൽ പ്രിയപ്പെട്ട തോമസ് മാർ എന്നെ. അപ്പൊ ഞാൻ കാര്യം മനസ്സിലായത് പ്രൊഫസർ KV തോമസിനെ ഉദ്ദേശിച്ച് ഉള്ള പുസ്തകമാണ്. കൊണ്ടുവന്ന ആളുകൾക്ക് ആള് തെറ്റിപ്പോയി. എനിക്കുള്ള പുസ്തകം തോമസ് മാഷിനുള്ള പുസ്തകം എനിക്കും തന്നതാകാനെ തരമുള്ളൂ എന്ന് വിചാരിക്കും. ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ആ പുസ്തകം മാറി മേടിക്കണം എന്നാണ് ഉദ്ദേശം. ഇന്ന് കാലത്ത് പ്രൊഫസർ KV തോമസിനെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇന്ന് പുള്ളിയപ്പോൾ അത്യാവശ്യമായിട്ട് തിരുവനന്തപുരത്ത് പോവുക. അപ്പൊ ഞാൻ തീരുമാനിക്കുന്ന പുസ്തകം മാറ്റി മേടിക്കേണ്ടതില്ല, കാരണം ഇന്ന് ഞാനാണ് തോമസ് മാഷ്. അപ്പൊ അത് അങ്ങനെ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ പോലും ഇപ്പൊ ഞാൻ തോമസ് മാഷായി എന്നതാണ് നമ്മൾ മനസ്സിലാക്കി. ഇപ്പൊ ഈ പുസ്തകം മാത്രമല്ല, ഇന്ന് ലോക പുസ്തക ദിനം. അപ്പൊ ഇവിടെ എത്തിയിട്ടുള്ള ഈ പുസ്തകത്തെ സ്നേഹിക്കുന്ന എല്ലാ ആളുകളും ആദ്യമായിട്ട് എൻ്റെ പുസ്തക ദിന ആശംസകൾ അറിയിക്കും. ഈ പുസ്തക ദിനം എന്ന് പറയുമ്പോൾ അതിനൊരു പ്രാധാന്യം. ഈ അച്ചടി മൂവബിൾ ടൈപ്സ് എന്ന് നമ്മൾ പറയുന്ന സാധനം കണ്ടുപിടിച്ചതാണ് ലോക പുരോഗതിയുടെ സാംസ്കാരികമായ വലിയൊരു കുതിച്ചുചാട്ടത്തിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് പ്രമുഖ ചരിത്രകാരനായ ബിൽ ഡ്യൂറന്റ് പറഞ്ഞു, പ്രിന്റിംഗ് വാസ് ദ റെഫർമേഷൻ. പ്രിന്റിംഗ് വാസ് ദി റെഫർമേഷൻ. ഗുട്ടൻബർഗ് മെയ്ഡ് ലൂതർ പോസിബിൾ. അച്ചടിയാണ് മതനവീകരണം. മതനവീകരണം സാധ്യമാക്കിയതുകൊണ്ടാണ്. ഗുട്ടൻബർഗ് ആണ് ലൂതറിനെ നമുക്ക് തന്നത്. ഗുട്ടൻബർഗ് മെയ്ഡ് ലൂതർ പോസിബിൾ. ഗുട്ടൻബർഗ് ആണ് ലൂതറിനെ മാറ്റി ലൂതറിനെ സാധ്യമാക്കിയത്. അതായത് അച്ചടി കണ്ടുപിടിച്ചില്ലായിരുന്നു. ഈ വിജ്ഞാനം എന്ന് പറയുന്നത് പുരോഹിതന്മാരുടെ അല്ലെങ്കിൽ വരേണ്യ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ മാത്രം കുത്തകയായിട്ട് കൂട്ടുമായി. കാരണം ഇത് പണ്ട് കാലത്ത് ഈ തോലിൻ്റെ മറ്റും ലോലമായ പാളികളിലാണ് ഏറ്റി വെച്ചത്. കടലാസ് കണ്ടുപിടിച്ചതിന് ശേഷവും കടലാസ് അതിലെടുത്ത് കൈപ്പടയിൽ എഴുതുക അല്ലെങ്കിൽ കല്ലച്ചിലടിക്കുക, അതൊക്കെ വളരെ ചിലവ് കൂടിയ പരിപാടി. ഈ മാറ്റി വയ്ക്കാവുന്ന അക്ഷരങ്ങൾ കണ്ടുപിടിച്ച് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചതിന് ശേഷമാണ് വിജ്ഞാനം വ്യാപകമായത്. അത് ആ സമയത്ത് തന്നെയാണ് ബൈബിളിൽ മറ്റേ പ്രാദേശിക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുന്നത്. അതിനുമുമ്പ് ലാറ്റിനിൽ മാത്രമേ ലഭ്യമായി. ആ സമയത്താണ് പ്രാദേശിക ഭാഷകൾക്ക് വലിയ ഗുണവും ഉത്തേജനം ഉണ്ടാവുന്നത്. ജർമ്മൻ, ഫ്രഞ്ച്, ഇംഗ്ലീഷ്, റഷ്യൻ മുതലായ ഭാഷകളിൽ. പഴയ നമ്മളെ ക്ലാസിക്കൽ റഷ്യൻ നോവലിലൊക്കെ വായിക്കുമ്പോൾ അതിനകത്ത് പ്രമുഖന്മാർ സംസാരിക്കുന്നത് ഫ്രഞ്ച്, സാധാരണക്കാരുടെ ഭാഷയാണ് റഷ്യൻ. ഇപ്പോൾ ടോൾസ്റ്റോയുടെ പുസ്തകം വായിക്കും, അന്നാ കരീന വായിക്കുമ്പോഴും അതിൽ നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ മലയാളത്തിൽ വായിക്കുമ്പോൾ മനസ്സിലാവില്ല. പക്ഷെ പ്രധാന കഥാപാത്രങ്ങൾ സംസാരിക്കുന്നത് പ്രമുഖന്മാരാണ്. അവർ സംസാരിക്കുന്നത് ഫ്രഞ്ച്. കാരണം സാധാരണക്കാരുടെ ഭാഷ റഷ്യനാണ്. വീട്ടുകാരക്കാരൊക്കെ സംസാരിക്കുന്നത് റഷ്യനാണ്. വീട്ടിൽ ഉടമസ്ഥന്മാർ കുടുംബിനികളൊക്കെ സംസാരിക്കുന്ന ഫ്രഞ്ച്. കാരണം പ്രമുഖന്മാരുടെ ഭാഷ, വരേണ്യ വിഭാഗക്കാരുടെ ഭാഷ ഫ്രഞ്ചാണ്, റഷ്യൻ. അപ്പൊ ഇങ്ങനെ ഈ പ്രാദേശിക ഭാഷകൾക്ക് വലിയ ഉത്തേജനം ഉണ്ടാകുന്നു. അച്ചടി വ്യാപകമാകുന്നു. വിജ്ഞാനം ജനങ്ങളിലേക്ക് എത്തുന്നത് അച്ചടി യന്ത്രത്തിന്റെ കണ്ടുപിടുത്തം. ഈ ഗുട്ടൻബർഗ് ഉണ്ടാക്കിയ ആദ്യത്തെ പുസ്തകം, ആദ്യം അച്ചടിപ്പിച്ച പുസ്തകം തന്നെ ബൈബിള്. ലോകത്തെ ഏറ്റവും അധികം അച്ചടിപ്പിക്കപ്പെട്ട പുസ്തകം ബൈബിളാണ്. ഏറ്റവും അധികം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട പുസ്തകവും ബൈബിളാണ്. ഈ ഗുട്ടൻബർഗ് ഉണ്ടാക്കിയ ബൈബിൾ, ആദ്യത്തെ ബൈബിൾ, അത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ സൂക്ഷിച്ചു. അതിൻ്റെ ഒരു പ്രധാന സ്ഥാനം ഇതിന്. അപ്പോൾ അത്ര പ്രധാനപ്പെട്ട ഒരു വലിയ കണ്ടുപിടുത്തമാണ് ഈ അച്ചടി യന്ത്രത്തിൻ്റെ. അച്ചടി യന്ത്രം കണ്ടുപിടിച്ചതിന് ശേഷമാണ് വിജ്ഞാനം സാർവത്രികമായി. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ അധ്യാത്മരാമായണ ക്ലിപ്പാട്ട് എൻ്റെയൊക്കെ തറവാട്ടിലുള്ളത് ഇപ്പോഴും ഈ താളിയോലയിലുള്ള പുസ്തകം അച്ചടി യന്ത്രം. നമ്മുടെ നാട്ടിലെ അച്ചടി വ്യാപകമാകുന്നതിനും അങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ നോക്കിയിട്ടാണ് ആളുകൾ ഈ താളിയോലകൾ മറിച്ച് വച്ചാണ് ഒരു ഓലയിൽ ഒരു 2 വരി വെക്കുന്നത്.
അങ്ങനെ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ കുറച്ച് ആളുകൾ മാത്രം കൂട്ടുകയായിരുന്നു. അത് ജനങ്ങളിലേക്ക് എത്തിയത് പുസ്തകം എന്ന് പറഞ്ഞു വെച്ചാൽ അതുകൊണ്ട് പുസ്തക ദിനത്തിന്റെ പ്രാധാന്യത നമ്മൾ പുസ്തകം എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം ആ നാട്ടിലെ ഭൂരിപക്ഷ ആളുകളെ സംബന്ധിച്ചിടത്തോളം 365 ദിവസവും പുസ്തകം തരുന്നതാണ്. ഏപ്രിൽ 23 പ്രത്യേകിച്ച് അങ്ങനെ പ്രാധാന്യമൊന്നുമില്ല. പിന്നെ നമ്മൾ ഓരോന്നിനും ഓരോ ദിനം ഇങ്ങനെ ചാർത്തി കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഏപ്രിൽ 23 എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ദിവസമാണ് ഈ പുസ്തകം പ്രകാശിപ്പിക്കപ്പെടുന്നത്. അതും ഏറ്റവും അധികം അച്ചടിപ്പിക്കപ്പെട്ട ഏറ്റവും അധികം വിവർത്തനം ചെയ്യപ്പെട്ട ബൈബിളിനെ ആസ്പദമാക്കി ക്രിസ്തുവിന്റെ ജീവിതത്തെയും അദ്ദേഹത്തിന്റെ ദർശനത്തെയും ആസ്പദമാക്കി എഴുതിയ ഒരു പുസ്തകം. നമ്മളത് പറയുമ്പോൾ വേറെ പ്രത്യേകത ഈ അച്ചടികർത്താൻ കണ്ടുപിടിച്ചോണ്ടാണോ അജ്ഞാനികളായ KS രാജേന്ദ്രൻ ജയശങ്കരനെ പോലുള്ള ആളുകൾക്ക് ബൈബിൾ വയ്ക്കുന്നില്ല. ഈ ഗുട്ടൻബർഗ് എന്നത് എത്ര വലിയ പരിഭാഷകരെയൊന്നും കണ്ടുപിടിക്കല്ലേ? അല്ലെങ്കിൽ വൈദികർക്ക് മാത്രം വായിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ നാട്ടിൽ തന്നെ അല്ല, അവർ വായിക്കും. അത് വേറെ കിട്ടാൻ ഞാൻ പിന്നെ പറയും. ഇവിടെ പറയാൻ പറ്റിയ കാര്യം ഈ ബൈബിള് നമ്മുടെ നാട്ടിൽ ഈ ക്രൈസ്തവരിൽ തന്നെ ബൈബിള് പ്രചാരത്തിലില്ലായിരുന്നു. കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം ബൈബിൾ വായിക്കുന്ന വലിയ പള്ളിക്കൂറ്റമാണ്. ബൈബിൾ വായിക്കാൻ പാടില്ല എന്നതാണ്. വീടുകളിൽ ബൈബിൾ വായിക്കാനോ പാടില്ല എന്നുള്ളതായിരുന്നു. ഈ ബൈബിൾ ഇവിടെ പ്രചാരത്തിൽ കൂടുന്നത് ഇതിന്റെ പുതിയ നിയമമാണെങ്കിലും പഴയ നിയമമാണെങ്കിലും പ്രചാരത്തിൽ കൂടുന്നത് പെന്തക്കോസ്തുകാരാണ്, ഈ പ്രൊട്ടസ്റ്റന്റ് വിഭാഗം. മലയാള ഭാഷയുടെ വികാസത്തിന് തന്നെ ഈ ദർശനമാർ വലിയ സംഭാവന. ജർമ്മൻ കൂട്ടത്തിനെ പോലെ ബെഞ്ചമിൻ ബേഗിയെ പോലുള്ള സായിപ്പന്മാർ ഇവിടെ വന്ന് മലയാളം പഠിച്ച് ഈ വേദപുസ്തകം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. മലയാള ഗദ്യത്തിന്റെ ഒരു വികാസത്തിന് തന്നെ ഇത് വലിയ പങ്കുവയ്ക്കും എന്ന് മാത്രമല്ല, ആദ്യകാലത്ത് ഇത്രയും ഭാഷാ സ്വാധീനമുള്ള ക്രൈസ്തവർ കുറവായിരുന്നു. ചില പ്രധാനപ്പെട്ട നായർ നമ്പൂരി കുടുംബങ്ങളിലുള്ള ആളുകളെ ഇവർ അവരുടെ കൂട്ടത്തിൽ കൂട്ടി അവരുടെ സഹായത്തോടാണ് ഈ ബൈബിൾ മലയാളത്തിലേക്ക് പരിഭാഷ. കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെ മുഖപ്രസംഗം എന്നൊരു പുസ്തകം മലയാളം മനോരമക്കാർ പ്രസിദ്ധീകരിച്ചു. അതിൽ ബൈബിൾ പരിഭാഷയ്ക്ക് വേണ്ടി ഈ മിഷണറിമാർ ചെയ്യുന്ന സാഹസത്തെക്കുറിച്ച് ഇതെന്തുകൊണ്ട് വിജയത്തിൽ എത്തുന്നില്ല എന്നുള്ളതിനെ കുറിച്ച് പരിതപിച്ചുകൊണ്ട് അദ്ദേഹം മുഖപ്രസംഗം എഴുതുന്നത്. അത്ര ദുഷ്കരമാണ്. ആദ്യകാലത്ത് ബൈബിൾ പോലെ അതിൻ്റെ മൂലകൃത്യം ഗ്രീക്കിലും ലാറ്റിനിലുമൊക്കെയാണ്. അത് നിന്ന് ഇംഗ്ലീഷിലേക്ക് കൊടുത്തിട്ട് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അർത്ഥം പലതും പറയും. അപ്പോൾ ബൈബിൾ സൊസൈറ്റി അച്ചടിപ്പിച്ച് വിതരണം ചെയ്ത ബൈബിളാണ് നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുണ്ട്. ഞാനൊക്കെ അത് വായിച്ചെടുത്തു. അതിൻ്റെ ഭാഷ എന്നൊക്കെ പറഞ്ഞ് ഇന്നത്തെ ഭാഷയിലല്ല, വളരെ വ്യത്യസ്തമായ വേറൊരു ഭാഷയിലാണ് എഴുതപ്പെട്ടത്. പിന്നെ സമീപകാലത്താണ് നമ്മുടെ ജോസഫ് പുലിക്കുന്നതിന് മുൻപേ എടുത്ത് നല്ല മലയാളത്തിൽ അദ്ദേഹം എനിക്ക് ഇത് ചെയ്യിച്ച് വലിയ സാമ്പത്തിക സഹായം ചില യൂറോപ്യൻ സംഘടനകൾ സാമ്പത്തിക സഹായത്തോട്ട് ഓശാനയുടെ ബൈബിൾ വരും. പിന്നെ ഓശാനയോട് മത്സരിച്ചിട്ടാണ് കത്തോലിക്ക POC ബൈബിൾ കൊണ്ടുവരും. അപ്പം ഇങ്ങനെ നിരവധി പരിഭാഷകൾ മലയാളത്തിലുണ്ടായിട്ട് ഇത് തമ്മിൽ വായിച്ചാൽ തന്നെ വലിയ വ്യത്യാസം. പ്രൊട്ടസ്റ്റന്റുകാരുടെ ബൈബിളല്ല കത്തോലിക്കരുടെ ബൈബിൾ. കത്തോലിക്കരുടെ ബൈബിളിലുള്ള ചില അധ്യായങ്ങൾ പ്രൊട്ടസ്റ്റന്റുകാരുടെ ബൈബിളിലില്ല. അതിൻ്റെ ഭാഷയിൽ വ്യത്യാസവും അർത്ഥത്തിൽ വലിയ വ്യത്യാസവും ഇത് വ്യാഖ്യാനത്തിൽ അതിഭയങ്കരമായ വ്യത്യാസം. അപ്പം ഇങ്ങനെ ഒരു ബൈബിളല്ല, പല ബൈബിള്. പക്ഷെ എല്ലാത്തിലും ഉരുത്തിരിക്ക് വരുന്ന ക്രിസ്തുവിൻ്റെ ഒരു ചിത്രം, അതിൽ വലിയ വ്യത്യാസമില്ല. ഈ ബൈബിളിലുള്ള ആദ്യത്തെ 3 പുസ്തകം, അതായത് മാത്യുവിൻ്റെ, മാർക്കിൻ്റെ, ലൂക്കിൻ്റെ, ഈ 3 പുസ്തകങ്ങൾ ഏറെക്കുറെ ക്രിസ്തുവിൻ്റെ മരണശേഷം 10-30 കൊല്ലത്തിനിടയ്ക്ക് എഴുതപ്പെട്ടു. യോഹന്നാന്റെ സുവിശേഷം എന്ന് പറഞ്ഞത് ഏതാണ്ട് അതിന് 100 കൊല്ലത്തിന് എഴുതപ്പെട്ട. ഇത് തമ്മിൽ പൂർവാപര വൈരുദ്ധ്യങ്ങൾ സ്വാഭാവികവുമാണ്. ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമുള്ള കാര്യം അതൊക്കെ പിന്നീട് കൂട്ടിച്ചേർത്ത് അവരുടെ തരവുള്ളൂ. ഈ യേശുവിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം തരമാണ് എനിക്ക് തോന്നി. അദ്ദേഹം വെള്ളത്തിൻ്റെ വിധം നടന്നുകൊണ്ടോ വെള്ളം വീഞ്ഞാക്കിയതോ കുട്ടരോഗിയെ സുഖപ്പെടുത്തിയതോ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. അതൊക്കെ പിൽക്കാലത്ത് പുള്ളിയുടെ പേരിൽ ആരോഗ്യപ്പെട്ട് ആവാനെ സാധ്യത തോന്നൽ. യേശുവിൻ്റെ ഏറ്റവും മൗലികമായ സംഭാവന, ഏറ്റവും വിപ്ലവകരമായ മാറ്റം എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ പ്രതികാരദാഹിയായ ദൈവത്തിൻ്റെ സ്ഥാനം, യഹോവയുടെ സ്ഥാനത്ത് കാരുണ്യവാനായ ക്ഷമാശീലനായ ഒരു ദൈവത്തെ. അതാണ് യേശുവിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം. പഴയ നിയമത്തിലെ ബൈബിൾ ദൈവം എന്ന് പറയുന്നത് കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, ഒടിവിന് പകരം ഒടിവ്. നിന്റെ ശത്രുവിനോട് യാതൊരു കാരുണ്യവും കരുതപ്പെടില്ല, അവനെ നിർമൂലമാക്കുക. അതിൽ ശാപകരങ്ങൾക്ക് അതിൻ്റെ പിടിയും. ബൈബിളിലെ പഴയ നിയമം പ്രതികാരത്തിൻ്റെ ദൈവമാണ്.
അതാണ് ഈ യഹൂദന്മാർ ഇങ്ങനെ യാതൊരു കല്ലില്ലാത്ത ആളുകളെ കൊടുക്കും. മനസ്സിലായി? ബോംബിനെ ഇട്ടോണ്ടേ 34,000 35,000 10,000 കണക്കിന് കുട്ടികൾ മരിക്കും, അത്ര തന്നെ സ്ത്രീകൾ മരിക്കും. എന്തെങ്കിലും വിട്ടുവീഴ്ചയില്ല. കാരണം അവര് പഴയ നിയമമാണ് പോകുന്നത്. ഒരു കരുണയില്ലാത്ത ദൈവമാണ് ഈ യഹൂദന്മാരുടെ ദൈവമായി നടക്കുന്നത്. അതാണ് ഇതിന്റെ ഞാനിപ്പോ പറഞ്ഞു. ആ സ്ഥാനത്തേക്ക് ഈ കാരുണ്യവാനായ ഒരു ദൈവം ഒരു കർണം കഴിക്കുന്നതിന് മറ്റേ ചിലരുടെ കാണിക്കുന്നു, നിന്റെ പുതപ്പ് പിടിച്ചു വലിക്കുന്നതിന് മേൽക്കുപ്പായം കൂടി കൊടുക്കണം എന്ന് പറയുന്ന ദൈവത്തെ ആ ക്രിസ്തു കാരുണ്യവാനായ ഒരു ദൈവത്തെ പ്രതിഷ്ഠിക്കും. അപ്പൊ യേശുവിനെ കുറിച്ച് ഞാൻ പറഞ്ഞ ബൈബിളിൽ തന്നെ പല വ്യാഖ്യാനങ്ങളും പല പരിപ്രേക്ഷകളും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്ന പോലെ യേശുവിനെ കുറിച്ച് ഒരുപാട് പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ചിന്തകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അത് നടന്നുകൊണ്ടേയിരിക്കുന്നു. അവിടെയാണ് നമ്മുടെ KP കേശവൻ മലയാളി ഹിന്ദി യേശുദേവൻ എന്ന പുസ്തകം ഞാനും ഇന്ന് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ലൈബ്രറിയിൽ നിന്ന് വായിച്ചത്. അത് നമ്മളൊരു തുടക്കം അതിൽ നിന്നാണ്. അങ്ങനെ ആ നിരവധി ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ട് യേശുവിന്റെ ദർശനത്തെ കുറെ കൂടി സൂക്ഷ്മമായി വിലയിരുത്തുന്ന ഒരു ഗ്രന്ഥമാണ് നമ്മുടെ മാസ്റ്റർ ഇവിടെ രചിച്ചിട്ടുള്ളത്. അദ്ദേഹം നേരത്തെ തുല്യഗ്രന്ഥത്തിനെ കുറിച്ചുള്ള രാമായണത്തിലെ അദ്വൈത ദർശനത്തെ കുറിച്ചുള്ള പഠനത്തിനാണ് ഡോക്ടറേറ്റ് നേടുന്നത്. അദ്ദേഹത്തിന്റെ മാസത്തെ കുറിച്ച് ധാരാളം നിങ്ങളോട് ഞാൻ പ്രത്യേകം പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ഗ്രന്ഥം തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത് നമ്മൾ പറഞ്ഞ അക്രൈസ്തവം ഒരു നിധേയതയെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിലെ ആരാധനാ സൗന്ദര്യത്തിൽ യേശുവിനെ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ സമീപിക്കും. ഇവിടെ ഡോക്ടർ രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെതായ ഒരു രീതിയിൽ ഒരു ദർശനം എന്ന രീതിയിൽ അതിനെ സമീപിക്കാനും ഈ പുസ്തകത്തിന് എല്ലാ വിജയാശംസകളും നേരും. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഈ പുസ്തകം പ്രകാശിപ്പിക്കാൻ കഴിഞ്ഞുള്ള സന്തോഷം ഇവിടെ രേഖപ്പെടുന്നു. അതിനേക്കാൾ ഉപരി ഞങ്ങളെ ഏറെക്കൂടെ സമപ്രായക്കാരാണ്. ഞാൻ ആലുവ യൂസി കോളേജിൽ പഠിക്കുന്ന സ്ഥലത്ത് പത്മജ ഇവിടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറും ശരത്ചന്ദ്ര പ്രസാദ് ചെയർമാനായിരുന്നപ്പോൾ അന്ന് വൈസ് ചെയർമാനുമായിട്ട് പിന്നീട് ചെയർമാനായി ശരത്ചന്ദ്ര പ്രസാദ് രാജിവെച്ചപ്പോൾ പത്മജ യൂണിവേഴ്സിറ്റി യൂണിയന്റെ ചെയർമാനായി. അന്ന് ഈ ചെയർപേഴ്സൺ എന്നുള്ള വാക്ക് ഇംഗ്ലീഷിലൂടെ അറിയില്ല. അങ്ങനെ ഈ കേരള സർവകലാശാല യൂണിയന്റെ ചെയർമാനായ ആദ്യത്തെ പെൺകുട്ടിയാണ്. അന്ന് ഇപ്പോഴാണ് വനിതയായിരുന്നു. അന്ന് പെൺകുട്ടിയായിരുന്ന പത്മജയാണ്. പത്മജയെ സംബന്ധിച്ചോ വേറൊരു ബന്ധം കൂടിയുണ്ട്, മേനോൻ സാറുമായിട്ടുള്ള ബന്ധമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുന്നത് എല്ലാവരും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമസ്തേ. സാർ ഞാൻ സംസാരിക്കുന്നത് ശരിക്കും സാറിനെ എനിക്ക് വർഷങ്ങളായിട്ട് BJP വന്നപ്പോൾ നന്നായിട്ട് അറിയാം. പക്ഷേ സാറിൻ്റെ ഒപ്പം സാറിൻ്റെ കാറിലിരുന്ന് യാത്ര ചെയ്തപ്പോഴാണ് ഞാനൊരു പുസ്തകം വച്ചു. സഞ്ചരിക്കുന്ന എൻസൈക്ലോപീഡിയ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് രൂപത്തിൽ കണ്ടു. ഓരോ കൊച്ചു കാര്യം എങ്ങനെ സാമ്പാർ ഉണ്ടാക്കണം, എങ്ങനെ തോരൻ ഇളക്കണം എന്നൊക്കെ. ഒരു മീൻ കറി, അത് ഞാനത് പറഞ്ഞോട്ടെ, ഒരു മീൻ കറി ഉണ്ടാക്കാൻ അച്ഛന്മാരെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളൊക്കെ കൂടെ വേണുകൊണ്ട് അരിച്ചുകൊണ്ട് ശരി സമ്മതിച്ചു. ഞങ്ങൾ ജുവാൻ ജ്യോതി എന്ന മൊണാസ്ട്രിയിൽ അച്ഛന്മാരെ എത്തിയപ്പോ ആ അച്ഛന്മാരെ കൊണ്ട് പറയാം, സാറ് ഞങ്ങളെ പഠിപ്പിച്ച മീൻകറി ഉണ്ടല്ലോ, ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് കേട്ടോ. അവരെ വീട്ടിൽ നിന്ന് മാറി താമസിക്കുന്ന നമുക്ക് കുക്കിംഗ് ഒന്നും അറിയില്ല. സാർ അവിടെ പഠിപ്പിക്കാൻ പോകും. പക്ഷെ സാറിനൊരു പറ്റി ഇവര് വിചാരിച്ചു സാറിന് ഏറ്റവും ഇഷ്ടമുള്ള മീൻകറിയാണെന്ന്. എപ്പോൾ ചെന്നാലും ആ മീൻകറി സാറിന് ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ ശരിക്കും മലയാളികൾ ഓരോരോ കൊച്ചു കാര്യങ്ങൾ, ഓരോ സ്ഥലത്തിന്റെ പേര് മുതൽ ഒരു വ്യക്തിയുടെ സ്വഭാവ ഗുണങ്ങൾ മുതൽ സാറിന് ഇന്ന് ഞങ്ങൾ പൊക്കാലിരുന്ന സ്ഥലത്ത് പോയി എത്ര പേര് എൻ്റെ സാറേ രാധാകൃഷ്ണൻ ഒരു ചേച്ചി നമ്മള് എവിടെയായിരുന്നു വടുതലയിൽ പോയപ്പോ ക്ലാസ്മേറ്റ് ആയിരുന്നു രാധാകൃഷ്ണ എന്ന് പറഞ്ഞ് ഓടി വന്നപ്പോൾ നമുക്ക് ആ സ്നേഹബന്ധത്തിന്റെ ബോണ്ടിങ്. സാറിന്റെ ടീച്ചറ് രാജലക്ഷ്മി ടീച്ചറ് 2 കൈയും തലയിൽ വെച്ച് അനുഗ്രഹിച്ചു. നമുക്കത് ഫീൽ ചെയ്യാം, വെറുതെ കാണിക്കുന്നതല്ല ക്യാമറയ്ക്ക് വേണ്ടി. ലീലാവതി ടീച്ചറ് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഈവൻ ഓരോ ബിഷപ്പുമാര് അവരെയൊക്കെ അവരുടെ പൂനെയിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയിൽ ബൈബിളും മറ്റു കാര്യങ്ങളും ഫിലോസഫിയും പഠിപ്പിച്ചത് സാറാണ്.
കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു ഞാൻ അമ്മമാരെന്നാ പറയുന്നത് കന്യാസ്ത്രീമാരുടെ മഠത്തിൽ ചെന്നപ്പോൾ ആ അമ്മ പറയാണ്, അതെ ഞങ്ങളെ പിതാവ് വിളിച്ച് പറഞ്ഞിരുന്നു കേട്ടോ, രാധാകൃഷ്ണൻ വന്നിട്ടുണ്ട്, നിങ്ങളുടെ എവിടെയും വരുന്ന ഒരു എനർജിയാണ് സാറ്, പോസിറ്റീവ് എനർജിയാണ് സാറ്. നമ്മളുടെ എറണാകുളത്തിന് മോദിയുടെ ഗ്യാരണ്ടിയാണ് സാറ്. അത് പറയാം, രാഷ്ട്രീയം പറയുന്നില്ല. എന്തായാലും ക്രിസ്തു ദർശനം സാറ് എഴുതിയ പുസ്തകമാണ്. ഓരോ മഠത്തിൽ പോകുമ്പോഴും അമ്മമാർ പറയും, ഞങ്ങൾ വായിച്ചിട്ടുണ്ട് കേട്ടോ ആ സത്യദീപത്തിൽ 7 കൊല്ലം ആ കോളം എഴുതി, ഞങ്ങൾ വായിച്ചിട്ടുണ്ട് കേട്ടോ. അവർക്ക് ഒരു എക്സൈറ്റ്മെന്റ്, സാധാരണ ആൾക്കാർക്ക് എക്സൈറ്റ്മെന്റ്. നല്ലൊരു അധ്യാപകനായിരുന്നു, അല്ലെങ്കിൽ കുട്ടികളൊന്നും മടിച്ചു നിൽക്കും. ഒരു ഇതാണെങ്കിൽ അധ്യാപകനാണെങ്കിലും വഴക്ക് പറയുകയോ ഒപ്പിച്ചോ എന്നുള്ളതൊക്കെ ചെയ്ത് മടിച്ചു നിൽക്കും. പക്ഷെ അങ്ങനെയല്ല, സാറിന് എല്ലാ ഭാവങ്ങളും നേരുന്നു. സാറിൻ്റെ ഈ പുസ്തകം 5-ാം പതിപ്പും 6-ാം പതിപ്പും 7-ാം പതിപ്പും കഴിഞ്ഞ് മുന്നോട്ട് പോട്ടെ. അത്രയും നല്ല പുസ്തകമാണ് ഈ ക്രിസ്തുദർശനം എന്ന പുസ്തകം. സാറിനെ 2 വാക്ക് സംസാരിക്കുവാനായിട്ട് ഞാൻ സാദരം ക്ഷണിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ഡോക്ടർ KS രാധാകൃഷ്ണൻ സാർ. 2 വാക്കായുള്ള സൗകര്യമുണ്ട്. ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം.